കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഐഫോൺ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഐഫോൺ സ്വന്തമാക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഐഫോൺ 10 ഇറങ്ങിയതോടുകൂടി വീണ്ടും ഐഫോൺ തരംഗം വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ ന്യൂസസ്, ഇമേജസ് ലീക്ക് ആയത്, കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം റിലേറ്റഡ് ടു ഐഫോൺ SE2 എന്ന് പറഞ്ഞ മോഡലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഐഫോൺ 10ന്റെ ഒരു മിനി വേർഷൻ അല്ലെങ്കിൽ മിനി ഐഫോൺ 10 ആയിട്ട് ഐഫോൺ SE2 എത്തും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് വരുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ്, ന്യൂസ്, അതിന്റെ ഫീച്ചേഴ്സ്, സ്പെക്കുലേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതാ ഫോബ്സ് മാഗസിൻ വീണ്ടും ഒരു ഇൻഫർമേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഐഫോൺ SE2 എന്ന് പറയുന്ന മോഡൽ പാടെ ഐഫോൺ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ ഉപേക്ഷിച്ചു. ഇനി ഇതാ പുതിയതായിട്ട് മറ്റൊരു മോഡൽ കൊണ്ടുവരാണ്, ഐഫോൺ 10ന്റെ തന്നെ മറ്റൊരു വേരിയന്റ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൈസാണ്. സൈസ് 6.1 ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത്. അത് മാത്രമല്ല, ഒരു ബഡ്ജറ്റ് ഫോൺ ആയിരിക്കും. ഐഫോൺ 10ന്റെ പല ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഐഫോൺ എന്ന് നമുക്ക് പറയാം. അതിന്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഫോബ്സ് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്: ഒലിക്സർ എന്ന് പറയുന്ന ഒരു ആക്സസറി മാനുഫാക്ചറർ, ഇവരാണ് ഐഫോണിന്റെ ഉൾപ്പെടെയുള്ള പലതിന്റെയും കേസ്, മറ്റ് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരാണ് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്: മിനി ഐഫോൺ എന്ന് ഉദ്ദേശിച്ച് കൊണ്ടുവന്നിരുന്ന ആപ്പിൾ ഐഫോൺ SE2 ഉപേക്ഷിച്ചിട്ട് ഐഫോൺ 10ന്റെ വലിയൊരു വേരിയന്റ്, 6.1 ഇഞ്ച് വരുന്ന ഒരു വേരിയന്റ്, അതും ഒരു ബഡ്ജറ്റ് ഡിവൈസ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം റെറ്റിന ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ട് IPS LCD ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു വേരിയന്റിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഐഫോൺ 10ന്റെ തന്നെ മറ്റൊരു മോഡൽ, അത് ഇപ്പോൾ ഉള്ളതുപോലെ ഒരു പ്രൈസി മോഡൽ അല്ലെങ്കിൽ ഐഫോൺ 10ന്റെ നെക്സ്റ്റ് വേരിയന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡൽ ഐഫോൺ 10+ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 6.5 ഇഞ്ച് ആയിരിക്കും അതിന്റെ ഡിസ്പ്ലേ വരിക. ഐഫോൺ 10ലെ പോലെ തന്നെ ഉള്ള കുറേ ഫീച്ചേഴ്സ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉൾപ്പെടെയുള്ള പല അഡ്വാൻസ് ഫീച്ചേഴ്സും AIയും VR ഒക്കെ തന്നെ ഈ ഒരു ഫോണിൽ കൊണ്ടുവരും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ആപ്പിൾ ഈ ഒരു ന്യൂസ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒലിക്സർ ഇതിനു മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഫോൺ വരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ്, കേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസിന് ഓൾറെഡി ഇതിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു ലീക്ക് ആയിട്ടാണ് കാണുന്നത്. ഇതിനു മുൻപ് ഒലിക്സർ പറഞ്ഞിട്ടുള്ള പല ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഒലിക്സറിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും റിലേറ്റഡ് ടു ആപ്പിളൊക്കെ തന്നെ അത് റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം. 2018 ആപ്പിൾ ഇതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറച്ചുകൂടി ഒരു ലോ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് ഫ്രം ലോവർ റേഞ്ചുള്ള ഫോൺസ് ആപ്പിൾ ഐഫോൺ ശ്രേണിയിൽ ഉൾപ്പെടുത്തുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ വിവാദമായിട്ടുള്ള ഐഫോണിന്റെ ഡിസ്പ്ലേ നോച്ച്, ആ നോച്ച് ഈ ഇയറിലുള്ള ഫുൾ പ്രൊഡക്ഷനിലും കണ്ടിന്യൂ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എനിവേസ്, ഈ ഒരു ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ നമുക്ക് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഒരു മിനി ഐഫോണിന്റെ പകരമായിട്ട് എത്തുന്ന 6.1 ഇഞ്ച് വരുന്ന ബഡ്ജറ്റ് ഐഫോൺ 10 വേരിയന്റ്, അത് നല്ല രീതിയിൽ സാധാരണക്കാരിലേക്ക് എത്താൻ സാധിക്കും. എങ്കിലും പ്രൈസ് കുറവായിരിക്കും, ബഡ്ജറ്റ് ഡിവൈസ് ആയിരിക്കും. പല ആക്സസറീസ് ഒക്കെ ഇതിൽ ലോ കോസ്റ്റ് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആക്സസറീസിലൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഓപ്പോ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി, ഷോമി പോലെയൊന്നും ആ റേഞ്ച് വളരെ കുറഞ്ഞ റേഞ്ചിലേക്ക് ചിന്തിക്കരുത്. ഹോണർ പോലെയൊന്നും എത്താൻ സാധ്യതയില്ല. ഒരു 30-40 എന്തായാലും അതിലും കൂടുതലുള്ള റേറ്റ് ആവാനേ സാധ്യതയുള്ളൂ. ബിക്കോസ് അത് ഐഫോണിന്റെ ഒരു വേരിയന്റ് ആണ് എന്ന് തന്നെയാണ്. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ, സ്പെക്കുലേഷൻസ്, ഒപ്പം നിങ്ങൾക്ക് പ്രിയപ്പെടുമെന്ന് തോന്നുന്ന ചില ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ടെക് മലയാളത്തിലൂടെ കാണാം. അതുവരെ ബൈ.